ഹായ് ഫ്രണ്ട്സ്, urmizvlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തുളസി പെയിന്റിംഗ് ആണ്. ഈ വരുന്ന വെള്ളിയാഴ്ച തുളസി പൂജയാണ്. അപ്പൊ അതിന്റെ ഒരുക്കത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാ വർഷവും പൂജയും ചെയ്യാറുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ അതിന് മുന്നായിട്ട് തുളസി ഒന്ന് നല്ല ഭംഗിയിലൊന്ന് നമ്മുടെ രീതിയിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ ഇത്തവണ നമ്മുടെ വ്യൂവേഴ്സിനും കൂടെ അതൊന്ന് വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ തുളസി പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പോട്ട് ഇമൽഷൻ ആണ്. ആദ്യമായിട്ടാണ് ഈ പോട്ട് ഇമൽഷൻ ഞാൻ യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ നോർമലി ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് പേപ്പേഴ്സ് താഴെയൊന്നും ആവാതിരിക്കാനാണ്. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻസ്, രംഗോലി ഡിസൈൻസ് ഒക്കെയാണ് നമ്മുടെ തുളസിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചത്. പിന്നെ മുകളിന്ന് നമ്മൾ എപ്പോഴും പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിന്ന് താഴേക്ക് പെയിന്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അതർവൈസ് നോർമൽ പെയിന്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഇനിയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ തുളസിത്തറ നന്നായിട്ട് സോപ്പ് ഓയിലും പിന്നെ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് പിടിച്ചിരിക്കുന്ന പായലും പൂപ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ പെയിന്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ചെറിയൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. കഥ എന്ന് പറയാൻ വേറൊന്നുമില്ല, എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ്. ഈ ഒരു പലതും ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ആണ്, പക്ഷെ അതൊരു ഇൻസ്പിറേഷനായിട്ട് മാറും. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനും കൂടെ ഞാനിവിടെ പറയുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തകർത്ത് പെയിന്റിങ് ചെയ്യുവാണ് ഞാൻ. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ തുളസിത്തറ പെയിന്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഡെക്കറേഷൻ എല്ലാം എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പെയിന്റ് ചെയ്തു. പക്ഷെ ഉച്ചയായപ്പോഴേക്കും ഞാനത് ഇരുന്ന് ചെയ്യുന്ന നല്ല പൊരി വെയിലത്താണ്. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും എനിക്ക് തല പൊക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പിന്നെ ദേവുവിൻ്റെ അടുത്തായി സമയം. അവൾ ഉറങ്ങുന്ന സമയമാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ എഴുന്നേറ്റു. പിന്നെ അവളുടെ കൂടെ കളിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻസ് ഒക്കെ പൊളിഞ്ഞു. ആക്ച്വലി അന്ന് വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല, നല്ല കൊതുകാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു അബദ്ധമായി പോയി. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ അന്ന് രാത്രി തുടങ്ങി ഇവിടെ ഭയങ്കര മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ കംപ്ലീറ്റ് ബേസ് കോട്ട് അടിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. വെച്ചാൽ അന്ന് കഷ്ടപ്പെട്ട് എനിക്ക് പകുതി ആയപ്പോഴേക്കും എനിക്ക് ശരിക്കും തലവേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു, അതെങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ബേസ് കോട്ട് അടിച്ചതുകൊണ്ട് വളരെ ഉപകാരമായി. എന്ന് വെച്ചാൽ അന്ന് ഡ്രൈ ആയിട്ട് നല്ല വെയിലായിരുന്നു. അന്ന് വൈകുന്നേരം വരെ നല്ല വെയിലായിരുന്നു. രാത്രിയോടെയാണ് ഇവിടെ നല്ല മഴ തുടങ്ങിയത്. എന്തായാലും അന്നത്തേക്ക് എനിക്ക് വേറെ പണികളൊന്നും നടന്നില്ല. വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഒന്ന് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും നടന്നില്ല. അന്ന് ഈ ബേസ് കോട്ട് അടിക്കലും മാത്രമേ നടന്നുള്ളൂ. നമ്മൾ എന്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും കുറച്ച് ദിവസം, ഇപ്പോൾ നാളത്തേക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അറ്റ്ലീസ്റ്റ് തുടങ്ങി വെക്കാം. അല്ലാതെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ എപ്പോഴാ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരാമെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എനിക്കിപ്പോൾ നല്ലൊരു അനുഭവമായി പോയി. ഈ ഒരു കാര്യത്തിൽ തന്നെ നല്ലൊരു അനുഭവമായി പോയി. ചില നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആ മഴയും പിന്നെ പെട്ടെന്ന് വന്ന ആ ഒരു തലവേദന കാരണം നമ്മുടെ പ്ലാനുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വീഡിയോ എടുക്കണ്ട, സ്റ്റോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ വിട്ടു കൊടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നെ ചെയ്തത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമുക്ക് വ്ളോഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. എന്തായാലും തുളസി പെയിന്റിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. വീഡിയോ എടുത്താലും ഇല്ലെങ്കിലും തുളസി പെയിന്റിങ് നമ്മൾ പതിവ് മുടക്കാതെ തന്നെ നമ്മൾ എല്ലാ വർഷവും, ഞാനിപ്പോൾ 5 years ആയി കല്യാണം കഴിച്ചിട്ട്, 5 വർഷവും ഞാൻ മുടങ്ങാതെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിയുന്ന അത്രയും വർഷം പെയിന്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, നല്ല ഭംഗിയില്ല. ഓക്കെ,
ഇത് ബാക്കിലായിട്ട് നമ്മൾ കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല മെച്ചേർഡ് ആയി പ്ലാന്റ്സ് ഒക്കെ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യണം. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സമയം കിട്ടിയപ്പോൾ. അതൊക്കെ ഒന്ന് നല്ല ഭംഗിയിലൊന്ന് അറേഞ്ച് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. സമയം കിട്ടുന്ന പോലെ നമുക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ തുളസി നമ്മൾ അത്യാവശ്യം പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ കുറച്ച് ഡിസൈൻസും പിന്നെ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം, ഇപ്പോൾ വെയിലായതുകൊണ്ട് അധികം ഡ്രൈയിങ് ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് സെറ്റാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ വർഷവും നമ്മൾ പെയിന്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു സിംഗിൾ കോട്ട് മാത്രമേ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പെയിന്റ് എത്രത്തോളം നിൽക്കുന്നും നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഡിസൈനിങ് പാർട്ടാണ്. അത് ഡ്രൈ ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മൾ പണി സാധനങ്ങളെല്ലാം കൊണ്ട് വീണ്ടും തുളസിത്തറയുടെ അടുത്തേക്ക് വന്നു. അത് രണ്ടാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം ഞാൻ പറഞ്ഞ പോലെ തലവേദന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കടന്നുപോയി. അപ്പോൾ എല്ലാ ഐറ്റംസും ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ഒരു സ്റ്റൂളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ പണിയൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഡിസൈനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വേഗം തീർക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു. എൻ്റെ തലയിൽ വീഴാതിരിക്കാനും അതുപോലെ തന്നെ തുളസിത്തറയിൽ വെള്ളം വീഴാതിരിക്കാനൊക്കെ ആയിട്ട് ഞാനൊരു ഷെഡ് പോലൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ശരിക്കും തുളസിത്തറയ്ക്ക് 4 ഭാഗങ്ങളാണല്ലോ, 4 സൈഡ്സ് ആണല്ലോ. അപ്പോൾ മൂന്നാമത്തെ സൈഡ് കംപ്ലീറ്റ് ചെയ്ത് എഴുന്നേറ്റപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. 2 കുടയൊക്കെ വെച്ച് ഞാൻ സെറ്റൊക്കെ ചെയ്തിട്ട് അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ നടന്നത് എന്ന് പറയുന്നത്, ഞാനൊന്ന് അകത്ത് പോയി പുറത്തേക്ക് വന്നപ്പോഴേക്കും പെയിൻ്റൊക്കെ ഒലിച്ച് ആകെ നാശമായി. ഞാൻ ആകെ ഡെസ്പായി പോയി. എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഞാനിങ്ങനെ നിന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഓസ് കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഞാൻ വാഷ് ചെയ്തു. നമ്മൾ ഈ ഒരു പെയിൻറ് വെറ്റായി പിന്നെ അതുമ്മ സ്റ്റിക്കായി കഴിഞ്ഞാൽ മഹാവൃത്തികേടായിരിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴത്തെ ആ മഴയുടെ ശക്തി എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒതുങ്ങുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭാഗ്യത്തിന് കാലാവസ്ഥ ഉച്ചതിരിഞ്ഞ് അനുകൂലമായിരുന്നു. നന്നായിട്ട് വെയിൽ വന്നു. വെയിൽ വന്നപ്പോൾ നമ്മൾ കഴുകിയതൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് വാനിഷായി പോയി. ഒന്നും ഒരു പാടുപോലും ഇല്ലാണ്ട് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ പൂർവാധികം ശക്തിയോടെ വീണ്ടും നമ്മുടെ പണി സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി വീണ്ടും നമ്മുടെ തുളസിത്തറ ഭംഗിയായിട്ട് പെയിന്റ് ചെയ്യണം എന്നുള്ളൊരു സ്ട്രോങ് ഡിറ്റർമിനേഷനോടെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള രീതിയിൽ തന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വളരെ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടി. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലോ കേട്ടോ. ഞാൻ ഇതിലൂടെ തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ ആക്ച്വലി തുളസി പെയിൻറ്റിംഗ് ആണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു ഇൻസ്പിറേഷൻ തന്നെ ആയിപ്പോയി. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ. ടേക്ക് കെയർ. ബൈ.